So in this chapter, we are going on discussing the behavior of a consumer in the market. I told you earlier, we are all consumers. We are behaving differently in a market. But in this behavior, there is some common features. Okay, so in this chapter, we discussed the first two types of diagrams. The diagram number 1 is a budget line. So you know the budget line. This is the budget line. And what is the meaning of this budget line? The budget line indicates the maximum number of two commodities the consumer can purchase by using his income completely. It is the budget line. And there is a second type of diagram you studied in last few classes. That is known as the IC or indifference curve. So this is the indifference curve shape. So the indifference curve represents the preferences of a consumer, and the budget line represents the actual condition of a consumer. So what about our preferences, or what about our willingness? We can expect anything. Suppose you are going to purchase some commodities from the market with an income of rupees 100. You can expect to purchase more quantities, but actually how much quantities you can purchase? You can purchase only that much quantities where your income limit is rupees 100. Okay? രണ്ട് ടൈപ്പ് ഡയഗ്രാംസ് ആണ് ഈ ചാപ്റ്ററിനകത്ത് ഇതുവരെ നാം ഡിസ്കസ് ചെയ്ത്. ഒന്ന് ബഡ്ജറ്റ് ലൈൻ. ബഡ്ജറ്റ് ലൈൻ എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറുടെ യഥാർത്ഥ വസ്തുതയെ സൂചിപ്പിക്കുന്നതും, രണ്ടാമതൊരു സെറ്റ് ഓഫ് ഡയഗ്രാം എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞ ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവിന്റെ മലയാളം വാക്ക് നമ്മൾ കേട്ടുകയാണ്. എന്താ മലയാളത്തിൽ ഇൻഡിഫറൻസ് കർവ് പറഞ്ഞത്? ഉദാസീനതാ വക്രം എന്നാണ് പറയുന്നത്. എന്താണ് ഉദാസീനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മലയാളം വാക്കിന് മാത്രം. അപ്പം ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഒരു കൺസ്യൂമറുടെ പ്രിഫറൻസസിനെ സൂചിപ്പിക്കുന്നു, അയാളുടെ ആഗ്രഹങ്ങളെ സൂചിപ്പിക്കുന്നു. ഇതൊരു ഐ സി ആണ്. ഈ ഐ സിയിൽ ഞാൻ പറഞ്ഞു ഏത് പോയിന്റും അയാൾക്ക് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആണ് നൽകുന്നത് എന്നർത്ഥം. ക്ലിയർ? ഒരു എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ ഈ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു പ്ലേറ്റ് കഞ്ഞിയും ചമ്മന്തിയാണെന്ന് വിചാരിച്ചോ. ഈ ഒരു കോമ്പിനേഷൻ കഞ്ഞിയും അച്ചാറുമാണെന്ന് വിചാരിക്കുക. ഇത് കഞ്ഞിയും പപ്പടമാണെന്ന് വിചാരിച്ചു നോക്കുക നിങ്ങൾ. എന്താ അതിൻ്റെ പ്രത്യേകത? ഇത് മൂന്നാണ് എങ്കിലും വി ആർ ഓക്കെ അല്ലേ? ഒരേ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷനാണ് നമുക്ക് നൽകുന്നത് എന്നർത്ഥം. നേരെ മറിച്ച് ഇത് കഞ്ഞിയും അച്ചാറും ഇത് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആണെങ്കിലോ ഇത് രണ്ട് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ അല്ല അല്ലേ? അപ്പം അതുകൊണ്ട് നിങ്ങൾ ആലോചിക്കാം, ഈ ഇൻഡിഫറൻസ് കർവ്, ഒരു ഇൻഡിഫറൻസ് കർവിൽ വരുന്ന ഏതൊരു പോയിന്റും ഗീവ്സ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. അതുകൊണ്ടാണ് ഐ സി ഡിഫൈൻ ചെയ്ത സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും, ആൻഡ് ഇൻഡിഫറൻസ് കർവ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ് ടു കമോഡിറ്റീസ് ഫ്രം വിച്ച് ദ കൺസ്യൂമർ ഗെറ്റ്സ് ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നു എന്നർത്ഥം. അതിനർത്ഥം ഈ പോയിന്റ് ആണെങ്കിലും ഈ പോയിന്റ് ആണെങ്കിലും ഈ പോയിന്റ് ആണെങ്കിലും ഈസ് ഇൻഡിഫറൻറ്റ്. അയാൾ കഞ്ഞി അച്ചാറായാലും തിരക്കടില്ല, കഞ്ഞി ചമ്മന്തി ആയാലും തിരക്കടില്ല, കഞ്ഞി പപ്പടായാലും തിരക്കടില്ല എന്നുള്ള അർത്ഥത്തിലാണ്. അതുകൊണ്ടാണ് ഇൻഡിഫറൻറ്റ്. മൂന്നിനോടും അയാൾക്കൊരു ഉദാസീനത എന്നുള്ള ആ ഒരു സമീപനം. ക്ലിയർ? അതേ സമയത്ത് ഇതിന് നാം IC 1 എന്ന് പറയുകയാണെങ്കിൽ മറ്റൊരു ഐ സി നമ്മൾ നിർമ്മിക്കുകയാണെങ്കിൽ IC 2 ഇതിന് മുകളിലാണ് വരുന്നത് അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മൾ അങ്ങോട്ടേക്ക് ചാടും. ഇങ്ങോട്ടേക്ക് എത്തുമ്പോൾ കോമ്പിനേഷൻസ് മാറുന്നുണ്ട് എന്നർത്ഥം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ വിശദമായിട്ട് പഠിച്ചു. എന്താണ് ഇൻഡിഫറൻസ് കർവ്, ഈ ഇൻഡിഫറൻസ് കർവ് നിർമ്മിക്കുന്ന രീതി എങ്ങനെ, അതിൻ്റെ ഷേപ്പ് മുകളിൽ നിന്ന് താഴോട്ടേക്ക് തന്നെ വരുന്നു, എന്തുകൊണ്ടാണ് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങൾ വിശദമായിട്ട് കഴിഞ്ഞ ക്ലാസ്സുകളിൽ മനസ്സിലാക്കി വെച്ചിട്ടുണ്ടാകും എന്നർത്ഥം. ഈ ബഡ്ജറ്റ് ലൈൻ്റെ സ്ലോപ്പിലേക്ക് നമ്മൾ പറയുന്നു പ്രൈസ് റേഷ്യോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഈ ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പ് എനിക്ക് പറയുന്നതാണ് MRS, മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഒരു വസ്തു കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടി മറ്റൊരു വസ്തു നമ്മൾ എത്രമാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങളുടെ മനസ്സിനകത്ത് വെച്ച് കൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകുന്നു. സോ ടുഡേസ് ടോപ്പിക് ഈസ് റിലേറ്റഡ് വിത്ത് ദിസ് budget line and indifference curve. Or with the help of this budget line and indifference curve, we are going to discuss today's topic. So today's topic is consumers equilibrium, or otherwise known as the optimal choice of consumer. Okay, so you know the meaning of equilibrium. Equilibrium is the highest satisfaction giving point, that we can say, or it is a balanced position from which the consumer has no tendency to move either forward or backward. അയാൾക്ക് മുന്നോട്ടേക്കോ അല്ലെങ്കിൽ പുറകോട്ടേക്കോ പോരാൻ താല്പര്യമില്ലാത്ത, അയാളുടെ ആവശ്യങ്ങൾ ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തീകരിക്കുന്ന ഒരു പോയിന്റിനേക്കാണ് നമ്മൾ സാമ്പത്തിക ശാസ്ത്രത്തിൽ ഇക്വിലിബ്രിയം പോയിന്റ്, സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ഇതിനകത്ത് നാം പറയാൻ പോകുന്നത് ഉപഭോക്താവിൻ്റെ സന്തുലിതാവസ്ഥ. ഒരു ഉപഭോക്താവിന് ഏറ്റവും ഉയർന്ന സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു പോയിന്റ് ഏതാണ്? ആ പോയിന്റിൽ അയാൾ പർച്ചേസിങ് നിർത്തും. ക്ലിയർ? നിങ്ങളുടെ കയ്യിൽ 100 rupees ഉണ്ട് എങ്കിൽ അതുകൊണ്ട് മാർക്കറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സിനകത്ത് കുറേ കാൽക്കുലേഷൻസ് ഉണ്ട്. ക്ലിയർ? ആ കാൽക്കുലേഷൻസ് ഒരു പക്ഷേ 100 രൂപയും കൊണ്ട് പോകുന്ന നിങ്ങൾ 150-നോ 200-നോ സാധനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും പോകുന്നത്. അതാണ് നമ്മൾ ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത്. പക്ഷെ നിങ്ങൾ സാധനത്തിന്റെ വില അന്വേഷിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങൾ വിചാരിച്ച അത്രമാത്രം വാങ്ങിക്കാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ചുകൊണ്ട് ഏറ്റവും നല്ല രൂപത്തിൽ ഈ 2 വസ്തുക്കൾ നിങ്ങൾക്ക് എത്രമാത്രം വാങ്ങിക്കാൻ സാധിക്കും, അതിലൂടെ നിങ്ങൾക്ക് ഹയസ്റ്റ് സാറ്റിസ്ഫാക്ഷൻ. യൂട്ടിലിറ്റി ഒക്കെ പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നില്ല. യൂട്ടിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റിസ്ഫാക്ഷൻ ആണ്. ഒരു വസ്തു ഉപയോഗിക്കുമ്പം ഒരു ഉപഭോക്താവിന് ലഭിക്കുന്ന മാനസിക സംതൃപ്തി. അതിനൊക്കെ ഇക്കണോമിക്സിൽ നമ്മൾ യൂട്ടിലിറ്റി അല്ലെങ്കിൽ ഉപയുക്തത എന്ന് പറഞ്ഞതിൽ അതിനൊക്കെ നമ്മൾ നമ്പറൊക്കെ കൊടുത്തു. ഒരുപക്ഷെ 1ാമത്തെ യൂണിറ്റ് ഉപയോഗിക്കുമ്പോൾ നമുക്കൊരു 10 കിട്ടുന്നു, 2ാമത്തെ ഉപയോഗിക്കുമ്പോൾ 8 കിട്ടുന്നു, 3ാമത്തെ 6 ആവുന്നു എന്നുള്ള രൂപത്തിലേക്കൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളൊരു വസ്തു തുടർച്ചയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്കിൽ നമുക്ക് ആ വസ്തുവിനോടുള്ള താല്പര്യം കുറഞ്ഞു വരും. അത് യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്, അല്ലേ? whenever we are consuming different units of the same commodity, the satisfaction is going on diminishing എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ടാണ് അവിടെ യൂട്ടിലിറ്റിയുടെ ഭാഗത്ത് ഒരു തിയറി പറഞ്ഞിട്ടുണ്ട്, ദ law ഓഫ് ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റി. ഒരു വസ്തു തുടർച്ചയായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണ് എങ്കിൽ, ഞാൻ പറയുന്നത് നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം ഒരു പൊറോട്ടയാണെന്ന് വിചാരിക്കുക. 1ാമത്തെ പൊറോട്ട നിങ്ങൾ വലിയ ആവേശത്തോട് കൊടുത്തുന്നു, അല്ലേ? ആർത്തിയോട് കൊടുത്തുന്നു എന്ന് പറയാം. 2ാമത്തെ ദിവസം നിങ്ങൾ അത്രമാത്രം ആവേശം നൽകിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ ആവേശം എന്ന് പറയുന്നത് അതാണ് യൂട്ടിലിറ്റി. അപ്പോൾ 1ാമത്തതിനോട് ഭയങ്കര ആവേശം, 2ാമത്തെ അത്രമാത്രം ആവേശം, 3ാമത്തെ കൊണ്ടും ആവേശം കുറയുന്നു. ഇതെല്ലാം ഒരു പൊറോട്ട ഇന്ന് ഒരു പൊറോട്ട 2 ദിവസം കഴിഞ്ഞിട്ടുള്ള കഥയല്ല പറയുന്നു. തുടർച്ചയായിട്ട് കഴിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഇരിക്കുന്നു, നിങ്ങൾ പൊറോട്ട 1ാമത്തെ കഴിക്കുന്നു, നിങ്ങൾക്കതിൽ നിന്നും ഒരു 10 യൂണിറ്റിന് തുല്യമായ സാറ്റിസ്ഫാക്ഷൻ കിട്ടിയെന്ന് വിചാരിക്കുക. നിങ്ങൾ 2ാമത്തെ പൊറോട്ടയും കഴിക്കുന്നു, നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ നേരിയ കുറവുണ്ടാകും. സ്വാഭാവികമാണ്, നേരിയ കുറവുണ്ടായി. അതൊരു 10-ൽ നിന്നും ഒരു 19-ലേക്ക് വന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് 2ാമത്തെ നമുക്ക് 9 യൂണിറ്റാണ് കിട്ടിയത്, അല്ലേ? 3ാമത്തെ നമ്മൾ കഴിക്കുമ്പോൾ അതിൽ 27 അപ്പോൾ ഇതിൽ നമുക്ക് കിട്ടിയത് 8ആണ്. അപ്പോൾ നമ്മളിവിടെ ആവേശം അല്ലെങ്കിൽ താല്പര്യം കുറഞ്ഞു വരിക എന്നർത്ഥം. അവിടെ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഡിമിനിഷിംഗ് മാർജിനൽ യൂട്ടിലിറ്റിയൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. വേണമെങ്കിൽ ഐ വിൽ എക്സ്പ്ലെയിൻ ലേറ്റർ. സോ today we are discussing the consumer's equilibrium. So equilibrium is a balanced position. ആ ഒരു പോയിന്റിൽ എത്തിക്കഴിഞ്ഞാൽ അയാളുടെ ആഗ്രഹം ഏറ്റവും നല്ല രൂപത്തിൽ പൂർത്തീകരിച്ചു എന്നതാണ് ഈക്വിലിബ്രിയം പോയിന്റിന്റെ അർത്ഥം. പിന്നീട് അയാൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള താല്പര്യം ഉണ്ടായിരിക്കില്ല. ബാക്കോട്ടേക്ക് എന്തായാലും പോരുന്നില്ല. ബാക്കോട്ടേക്ക് നഷ്ടം മാത്രമേ സംഭവിക്കൂ. മുന്നോട്ടേക്ക് അയാൾക്ക് പക്ഷെ പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവിടെ വെച്ച് അയാൾ കാര്യങ്ങൾ നിർത്തുന്നു. ദാറ്റ് പോയിന്റ് ഈസ് നോട്ട് ആസ് ദ ഈക്വിലിബ്രിയം പോയിന്റ്. സോ ഹിയർ വി ആർ ഡിസ്കസിംഗ് ദ കൺസ്യൂമേഴ്സ് ഈക്വിലിബ്രിയം.
ഒരു ഉപഭോക്താവ് എപ്പോഴാണ് സന്തുലിതാവസ്ഥയിൽ എത്തിച്ചേരുന്നത് എന്നാണ്. അടുത്ത ചാപ്റ്ററിൽ ഒരു ഉൽപ്പാദനം എപ്പോഴാണ് സന്തുലിതാവസ്ഥയിൽ എത്തുന്നത് നിങ്ങൾക്കറിയാം. സ്വാഭാവികമായിട്ടും ഒരു ഉപഭോക്താവ് എപ്പോഴാണ് സന്തുലിതാവസ്ഥയിലെത്തുക, അയാൾക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന സമയം. ഒരു ഉൽപ്പാദനം എപ്പോഴാണ് സന്തുലിതാവസ്ഥയിലെത്തുക, അയാൾക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്. രണ്ട് കൺസെപ്റ്റാണ്. അപ്പോൾ നമ്മളൊരു പ്രോഫിറ്റ് ഓറിയന്റഡ് മോട്ടീവ് വെച്ച് പറയുകയാണെങ്കിൽ ഒരു ഉപഭോക്താവ് താല്പര്യത്തിലെത്തുന്ന ആ സമയത്തായിരിക്കില്ല ഒരു പക്ഷേ ഉൽപ്പാദകൻ താല്പര്യം ഹയസ്റ്റ് ലെവലിലേക്ക് എത്തുന്നത്. അതർത്ഥം നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന കൺസെപ്റ്റാണ് നമുക്ക് പറയാൻ പോകുന്നത്. അതിന് മറ്റൊരു പേര് കൂടെ നിങ്ങളുടെ പുസ്തകത്തിനകത്ത് ഉപയോഗിച്ച് കാണുന്നത് ഓപ്റ്റിമൽ ചോയ്സ്. ഓപ്റ്റിമൽ ചോയ്സ് മീൻസ് മാക്സിമം ചോയ്സ്. ഒരു കൺസ്യൂമർക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കുന്ന മാക്സിമം കോമ്പിനേഷൻ അല്ലെങ്കിൽ മാക്സിമം ചോയ്സിലേക്കാണ് നമ്മൾ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ബഡ്ജറ്റ് ലൈൻ ആൻഡ് ഇൻഡിഫറൻസ് കർവ് വി ക്യാൻ explain the concept of consumers equilibrium. So consumers equilibrium is a particular point at which the budget line is tangent to IC. What do you mean by tangent? Tangent means just touches. That is known as the tangent. ടാൻജൻസി പോയിന്റ് എന്ന് പറയുന്നത് ഒരസി പോകുന്ന ആ പോയിന്റിനേക്കാണ് നമ്മൾ ടാൻജൻസി പോയിന്റ് എന്ന് പറയുന്നത്. അപ്പം ബഡ്ജറ്റ് ലൈൻ ഏത് ഇൻഡിഫറൻസ് കർവിലാണോ ടാൻജന്റ് ആയിട്ട് ഒരസി പോകുന്നത് ആ പോയിന്റിനേക്കാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത്. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് ബഡ്ജറ്റ് ലൈൻ ആൻഡ് ഇൻഡിഫറൻസ് കർവ് we can say the consumers equilibrium is a point at which the budget line is tangent to IC. ഏത് IC കാണോ ബഡ്ജറ്റ് ലൈൻ ടാൻജന്റ് ആകുന്നത്, that is the equilibrium point for the consumers equilibrium. So here we can draw the budget line and indifference curve in same diagram. So this is the budget line, you know, represented as BL, and in this budget line I am going to draw some ICs. The first one is IC1. You know the shape of IC, convex to origin. So the first one IC1 and the next one IC2 and one more IC3. Okay, you can draw more ICs, no problem. So from this set of ICs, which IC is tangent to budget line? The IC2 is tangent to budget line. So this is the tangency point. So we can say this is the equilibrium point. What is the consumer's equilibrium? Consumer's equilibrium is a point at which the budget line is tangent to indifference curve. ഏത് ഇൻഡിഫറൻസ് കർവിലേക്കാണോ ബഡ്ജറ്റ് ലൈൻ ഒരസി പോകുന്നത് ആ പോയിന്റിലേക്കാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം എന്ന് പറയുന്നു. സോ ഇൻ ദിസ് ഡയഗ്രാം the tangency point is E at IC2. So this is the equilibrium point. Clear? This is the equilibrium point. നിങ്ങൾ ഒന്നുകൂടെ ശ്രദ്ധിക്കാം, IC1 ക്രോസ് ചെയ്യുന്നത് രണ്ട് സ്ഥലത്ത് ബഡ്ജറ്റ് ലൈൻ. ഇതൊരിക്കലും ഇക്വിലിബ്രിയം പോയിന്റ് ആയിട്ട് നമ്മൾ പരിഗണിക്കുന്നില്ല. കാരണം ഇവിടെ IC2ലേക്ക് നമുക്ക് പോകാൻ സാധിക്കും. കാരണം ഇതാണ് അയാളുടെ ബഡ്ജറ്റ് ലൈൻ. ഇത്ര വരെ പോകാൻ അയാൾക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ IC1 ഉയർന്ന കോമ്പിനേഷനാണ് IC2 നമുക്കറിയാം. അതിനേക്കാളും ഉയർന്ന കോമ്പിനേഷൻ ആയിരുന്നു IC3. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി വിത്ത് ഹിസ് ഇൻകം ഹി കനോട്ട് ഗോ ടു IC3 now. അല്ലേ, നിലവിലുള്ള വരുമാനം ഉപയോഗിച്ചുകൊണ്ട് അയാൾക്ക് IC3യിലേക്ക് പോകാൻ സാധിക്കില്ല എന്നാണ്. അതുകൊണ്ടാണ് ഈയൊരു എക്സാമ്പിൾ കണ്ടിട്ട് IC2 ബഡ്ജറ്റ് ലൈൻ ടാൻജന്റ് ആകുന്നത് ഈ ഒരു പോയിന്റിലാണ്. അതുകൊണ്ട് ദ പോയിന്റ് ഇ, ഇതിനെ നമ്മൾ ഇ എന്ന് സൂചിപ്പിക്കുന്നു. പോയിന്റ് ഇ ഈസ് ദ ഈക്വിലിബ്രിയം പോയിന്റ്. ഇതാണ് ഈക്വിലിബ്രിയം പോയിന്റ് എന്ന് വിചാരിക്കാം. x1
യൂണിറ്റ് ദിസ് മച്ച് ആൻഡ് x2 ദിസ് മച്ച് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സോ ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം പോയിന്റ്. ആൻഡ് വൺ മോർ തിങ് ടു റിമെമ്പർ. ഫസ്റ്റ്, what is the equilibrium point? And in this equilibrium point, the slope of budget line and the slope of indifference curve are equal. So in this diagram, the slope of budget line and slope of indifference curve are equal at this point. Equilibrium point ne രണ്ടാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് equilibrium point le slope of budget line slope of IC equal equal. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ബഡ്ജറ്റ് ലൈനിന്റെ സ്ലോപ്പിനെ സൂചിപ്പിക്കാൻ നാം പ്രൈസ് റേഷ്യോ എന്ന് പറഞ്ഞു. പ്രൈസ് റേഷ്യോ. അതേപോലെ തന്നെ ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പിലേക്ക് നാം ഉപയോഗിച്ചിരുന്ന കർവാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ MRS. എന്താണ് MRS? The number of units of one commodity sacrificed to purchase more units of second commodity. അല്ലേ? രണ്ടാമത്തെ ഒരു വസ്തു കൂടുതൽ വാങ്ങിക്കാൻ വേണ്ടി മറ്റൊരു വസ്തു എത്രമാത്രം വിട്ടു കൊടുക്കുന്നു, എത്രമാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെടുന്നു എന്നുള്ളതാണ് മാർജിനൽ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. ഇപ്പൊ എന്താ പറയുന്നത്? ഇൻ ദിസ് പോയിന്റ് the slope of budget line is the price ratio and the slope of indifference curve MRS. So price ratio is equal to MRS, or slope of budget line and slope of indifference curve are equal. So this much about the consumer's equilibrium. ഇത്ര മാത്രമേ ഇതിനകത്തേക്ക് വരുന്നുള്ളൂ. നോക്കുക, ബഡ്ജറ്റ് ലൈനിന്റെയും ഇൻഡിഫറൻസ് കർവിന്റെയും സഹായത്തോടു കൂടി നമുക്ക് കൺസ്യൂമറുടെ ഇക്വിലിബ്രിയം പൊസിഷൻ കണ്ടുപിടിക്കാൻ സാധിക്കും. എന്താണ് ഇക്വിലിബ്രിയം പൊസിഷൻ എന്ന് പറയുന്നത്? ബഡ്ജറ്റ് ലൈൻ ഏത് ഇൻഡിഫറൻസ് കർവിനാണോ ടാൻജന്റ് ആകുന്നത് അതാണ് കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ. ഈ ഡയഗ്രത്തിനകത്ത് പോയിന്റ് E ഈസ് ദി ഇക്വിലിബ്രിയം പോയിന്റ്. ഒരുപക്ഷെ എക്സാമിനേഷന് എ ക്വസ്റ്റ്യൻ മേ ആസ്ക്, ഈസ് ദിസ് ഇക്വിലിബ്രിയം പോയിന്റ്? ഇഫ് നോട്ട്, വൈ? ഇത് ഇക്വിലിബ്രിയം പോയിന്റ് ആണോ? അല്ലെങ്കിൽ എന്തുകൊണ്ട്? ഇത് ഇക്വിലിബ്രിയം പോയിന്റ് ആണോ? ആണെങ്കിൽ എന്തുകൊണ്ട്? സോ ദിസ് ഈസ് ദ ഇക്വിലിബ്രിയം പോയിന്റ് ബിക്കോസ് അറ്റ് ദിസ് പോയിന്റ് the budget line is tangent to indifference curve, and this is the point where the price ratio and MRS are equal. Clear? അതുകൊണ്ട് E is the equilibrium point. This is not equilibrium point. കാരണം IC2ഉം IC1ഉം നമ്മുടെ മുന്നിലുണ്ട് എങ്കിൽ നമ്മൾ IC2ലേക്ക് പോകും. ഒരിക്കലും നമ്മൾ IC1ലേക്ക് നിൽക്കില്ല. കാരണം പ്രോപ്പർട്ടീസ് ഓഫ് ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്ന സമയത്ത് പറഞ്ഞു വന്നിട്ടുണ്ട് ഹയർ IC റെപ്രസെന്റ്സ് ഹയർ ലെവൽസ് ഓഫ് സാറ്റിസ്ഫാക്ഷൻ. ഉയർന്ന IC എപ്പോഴും ഉയർന്ന സാറ്റിസ്ഫാക്ഷനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മയിലുണ്ടായിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ നിന്നാണ് ഈ ഒരു ഇക്വിലിബ്രിയം കണ്ടീഷനിലേക്ക് നമ്മൾ എത്തുന്നത് എന്നർത്ഥം. സോ ദിസ് മച്ച് അബൌട്ട് ദ കൺസ്യൂമേഴ്സ് ഇക്വിലിബ്രിയം. സോ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബഡ്ജറ്റ് ലൈൻ ആൻഡ് ഇൻഡിഫറൻസ് കർവ് വി ക്യാൻ കൺസ്ട്രക്ട് ഓർ വി ക്യാൻ ലൊക്കേറ്റ് the consumer's equilibrium. So now you go through your textbook. The diagram and explanation are given in your textbook very clearly. Okay.